CPM കായംകുളം ചിറക്കടവം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും രാഷ്ട്രീയ വിശദീകരണ യോഗവും നടത്തി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. CPM കായംകുളം ചിറക്കടവം മേഖലാ കമ്മിറ്റി പ്രകടനവും രാഷ്ട്രീയ വിശദീകരണ സമ്മേളനവും സംഘടിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം സത്യപാലൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഓരോ വാർഡിലും ഉണ്ട് 2 ആശാവർക്കർമാർ. നല്ലൊരു പനി വന്നാൽ അവർ ഉടനെ വന്ന് അന്വേഷിക്കും, എന്താണ് പനി, പനിക്ക് കാരണമെന്താ, പനി മാത്രമേ ഉള്ളൂ, ചൂടുണ്ടോ, അല്ലേ, മൂക്കുവാലിച്ചുണ്ടോ, മറ്റെന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടോ, ഇതറിയാനും പറയാനും റിപ്പോർട്ട് ചെയ്യാനും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിരോധ നടപടികൾ സ്വീകരിക്കാനും കഴിയുന്ന ഒരു സംവിധാനമായി ഈ കേരളത്തിലെ മാറ്റിയില്ലേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. ആ മാറ്റം നോക്കി കാണാതിരിക്കാൻ കഴിയുമോ? ഈ മാറ്റം അത് ഒരു കൂട്ടം ആളുകൾക്ക് സഹിക്കില്ല. കാരണം എന്താ? കേരളത്തിന്റെ സ്വകാര്യ ആശുപത്രി സംവിധാനം, കേരളത്തിലെ പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രികളെല്ലാം തന്നെ വിദേശ കോർപ്പറേറ്റുകൾ കൈയടക്കി കഴിഞ്ഞിരിക്കുന്നു. അമേരിക്ക ഉൾപ്പെടെയുള്ള സമ്പന്ന രാജ്യങ്ങളെ വലിയ കോർപ്പറേറ്റ് കമ്പനികൾ കേരളത്തിൽ വന്ന് ഈ സ്വകാര്യ ആശുപത്രികളുടെ അതിന്റെ ഷെയറുകൾ മുഴുവൻ വിലക്ക് വാങ്ങിക്കൊണ്ട് അത് കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. 7500 കോടിയോളം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് സ്വകാര്യ കുത്തകകൾ, വിദേശ കുത്തകകൾ കേരളത്തിൽ നടത്തി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവരുടെ നിലനിൽപ്പിന് അപകടകരമാകുന്ന നിലയിലേക്കാണ് കേരളത്തിന്റെ പൊതുജനാരോഗ്യ മേഖല, സർക്കാർ സംവിധാനം മികച്ച നിലയിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാർ സംവിധാനം മികച്ചതാണെങ്കിൽ പിന്നെ അങ്ങോട്ടാരെങ്കിലും ചെല്ലൂ. അപ്പൊ അതിനെ തകർക്കണം. അതിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് കേരളത്തിലെ ഒരുപറ്റം മാധ്യമങ്ങളും കേരളത്തിലെ പ്രതിപക്ഷവും അവരുടെ അച്ചാരം വാങ്ങിക്കൊണ്ട്, അവരുടെ പണം പറ്റിക്കൊണ്ട്, അവർ കൊടുക്കുന്ന നക്കാപ്പിച്ച വാങ്ങിക്കൊണ്ട് കേരളത്തിന്റെ പൊതുജനാരോഗ്യ മേഖലക്കെതിരായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള പ്രചാരവേലകൾ നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ച് മുന്നോട്ട് പോകുന്നത്. ആർ മധു അധ്യക്ഷനായി, ജി ശ്രീനിവാസൻ സ്വാഗതം പറഞ്ഞു. CPM സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് KH ബാബുജാൻ മുഖ്യ പ്രാസംഗികനായിരുന്നു. അഡ്വക്കേറ്റ് യു പ്രതിഭ MLA, P ഗാനകുമാർ, ഷെയ്ഖ് പി ഹാരിസ്, B അബിൻ ഷാ, P അരവിന്ദാക്ഷൻ, S കേശുനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. KK അനിൽകുമാർ കൃതജ്ഞത പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.